എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ചാപ്റ്ററുകളും ഒരുവിധം പ്രോബ്ലം ബേസ്ഡ് ആയ ഒരുവിധം എല്ലാ ചാപ്റ്ററുകളും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ബേസ്ഡ് ആയ ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസ് കഴിഞ്ഞു, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, മാർജിൻ ആൻഡ് കോസ്റ്റിംഗ്, അതേമാതിരി തന്നെ കമ്പാരിറ്റീവ് ആൻഡ് കോമൺ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനത്തെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് എടുക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററാണ്, ഒരു തിയറി ചാപ്റ്ററും കൂടിയാണ് നമുക്ക് എടുക്കാനുള്ളൂ. ആ ചാപ്റ്ററാണ് ഇപ്പം നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തിയറി ചാപ്റ്ററും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സിലബസ് പറയുന്ന ക്ലാസ്സിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഓർമ്മ. അപ്പോൾ ഡെഫിനിഷൻ എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ ഡിഗ്രി ചെയ്യണം, തുടക്കം മുതലേ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ അല്ലേ. അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാനേജ് ദ ബിസിനസ് അല്ലേ. അപ്പോൾ മാനേജ് ചെയ്യുക അല്ലേ. മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് മെൻ ബൈ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. മാനേജ്മെൻറ്റ് ഐഡൻറ്റിഫൈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അല്ലേ. ഹൂസ് ജോബ് ഈസ് ടു, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വർക്ക് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ അത് അച്ചീവ് ചെയ്യുക അല്ലേ. അപ്പം മാനേജ്മെൻറ്റ് ഐഡൻറ്റിഫൈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. ഹൂസ് ജോബ് ഈസ് ടു ഡയറക്റ്റ് ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ എഫേർട്ട്, മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഡയറക്റ്റ് ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ ടു അച്ചീവ് ദ ഡിസയേർഡ് പ്രോഫിറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് നമ്മൾ ഡിസയേർഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഐഡൻറ്റിഫൈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂസ് ജോബ്, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ അല്ലേ. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് അച്ചീവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കതിൽ പഠിക്കാം, ഓരോ പോയിന്റുകളായിട്ട് പറയാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റെഫേഴ്സ് ടു എനി ആൻഡ് എവറി അക്കൗണ്ടിങ് ടെക്നിക് വിച്ച് മേ ബി ഹെൽപ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ഈസ് ഡിസ്ചാർജിങ് ഈസ് ഫംഗ്ഷൻ. അപ്പം മാനേജ്മെൻറ്റിന് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ വർക്കുകളാണോ ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ ആ ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഈസ് നമുക്കറിയാം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ +1 മുതൽ പഠിച്ചു തുടങ്ങിയതാണ് അല്ലേ. എന്താണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, മോട്ടിവേറ്റിംഗ് ഒക്കെ ചെയ്യുന്നു അല്ലേ. ആദ്യം നമ്മളൊരു ബിസിനസ് സ്ഥാപനം, ഒരു പ്രോജക്റ്റ് ആരംഭിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു അല്ലേ. പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ആദ്യം നമ്മൾ ആ പ്ലാൻ ചെയ്തു, എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഓർഗനൈസേഷനായിട്ട് സെറ്റപ്പ് ചെയ്തു അല്ലേ. പ്ലാനിങ് ചെയ്തു, പിന്നെ ഓർഗനൈസിങ് നടത്തി, പിന്നെ സ്റ്റാഫിങ്. അത് കഴിഞ്ഞാൽ നമ്മൾ രൂപീകരിച്ചു എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം വേണ്ടത്, അതിൻ്റെ ഓഫീസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തു അല്ലേ. എന്നിട്ട് സ്റ്റാഫിംഗ് ആണ് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വർക്കേഴ്സ് ആണോ നമുക്ക് ആവശ്യമുള്ളത് വെച്ചെങ്കിൽ ആ സ്റ്റാഫിംഗ് നടത്തിയില്ലേ. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വർക്കേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു അല്ലേ. സ്റ്റാഫിംഗ്. പിന്നെ ഡയറക്റ്റ് ചെയ്യുക, വർക്കേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക. അവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യുന്നു, പിന്നെ കൺട്രോൾ ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേമാതിരി തന്നെ നെയ്മലി പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ.
It uses both financial accounting information and costing accounting information and supplies relevant information to management. അപ്പോൾ എല്ലാം കൂടിയതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആവശ്യമായ ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്, അതേമാതിരി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആവശ്യമായ ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്, അതൊക്കെ കളക്ട് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടാണ് ഡിസിഷൻ മേക്കിങ്ങും കോസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. Thus, management accounting contain information generated by accountant for managers. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അക്കൗണ്ടന്റ് മാനേജേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഓരോരുത്തർ അവരുടേതായ വ്യൂ പോയിന്റിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കത് പഠിക്കാൻ നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ഡിഫൈൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എനി ഫോം ഓഫ് അക്കൗണ്ടിങ് which enables a business to be conducted more efficiently can be regarded as management accounting. ഏത് തരത്തിലുള്ള അക്കൗണ്ട് ആയാലും ബിസിനസ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുക, ഒരു ബിസിനസ് സ്ഥാപനത്തിനെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുക അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, എനി ഫോം ഓഫ് അക്കൗണ്ടിങ്, ഏത് ഫോം ആയാലും വേണ്ടില്ല, വിച്ച് എനേബിൾസ് എ ബിസിനസ് ടു ബി കണ്ടക്റ്റഡ്, നമ്മളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുക അല്ലെ, നടത്തുന്നു. എങ്ങനെ, എഫിഷ്യൻ്റ് ആയിട്ട്, ക്യാൻ ബി റിഗാർഡഡ് ആസ്, അതിനെ നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. The most acceptable definition of management accounting has been given in the report of Anglo-American Council of Productivity. According to it, management accounting is the presentation of accounting information. നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് അക്കൗണ്ടിങ്ങിൽ, ഏതൊക്കെ ഇൻഫോർമേഷൻസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ in such a way as to assist management in creation of policy and day-to-day operation and decision undertaking. അപ്പോൾ നമ്മൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ നടത്തും അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് വർക്കുകൾ നടത്തിയിട്ട് ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഏതൊക്കെയാണ് മാനേജ്മെന്റിന് എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചെങ്കിൽ ആ എഫിഷ്യൻ്റ് ആയ ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് ശരിയായ തരത്തിൽ യൂട്ടിലൈസ് ചെയ്യുകയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് ഒന്നുമില്ല. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഏതൊക്കെ ഇൻഫോർമേഷൻ ആണോ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്, മാനേജ്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പം നമുക്ക് പോളിസി തീരുമാനിക്കാനും ബിസിനസ് പോളിസീസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും ബിസിനസ്സിൽ നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും ഇതൊക്കെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. According to it, management accounting is the presentation of accounting information അല്ലേ, പ്രസൻറ്റേഷൻ നടത്തുന്നു accounting information in such a way as to assist മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുക സഹായിക്കുന്നു. മാനേജ്മെന്റിനെ എന്തിനു സഹായിക്കുന്നു, ഇൻ ദ ക്രിയേഷൻ ഓഫ് പോളിസീസ്, ബിസിനസ്സിന് ഏതൊക്കെ തരത്തിലുള്ള പോളിസീസ് ആണ് വേണ്ടത് എന്നുണ്ടാക്കാനും, ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്, ഒരു ബിസിനസ്സിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ അതാണ് ആ ഡെഫിനിഷൻ. നിങ്ങൾ പഠിക്കുക, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. മോസ്റ്റ് ആക്സെപ്റ്റബിൾ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഹാസ് ബീൻ ഗിവൺ ഇൻ ദ റിപ്പോർട്ട് ഓഫ് Anglo-American Council of Productivity. According to it, അവരുടെ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് is the presentation of accounting information നമ്മൾ പ്രസന്റേഷൻ നടന്നു in such a way as to assist മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്നു, പറഞ്ഞ് സഹായിക്കുന്നു. എന്തിന്, ഇൻ ദ ക്രിയേഷൻ ഓഫ് പോളിസീസ് തീരുമാനിക്കാനും, ആൻഡ് ദി ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് അല്ലേ. അപ്പം നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് നോക്കുന്നു, എന്നിട്ട് മാനേജ്മെൻറ്റ് ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയത് അല്ലേ, നമ്മുടെ സ്ഥാപനത്തിന് സ്യൂട്ടബിൾ ആയ പോളിസീസ് കൊണ്ടുവരിക, അതും അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ നടത്തുക കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ therefore management accounting is refers to accounting for management എന്നും അതിനെ പറയും. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അത് പോയിന്റ്സ് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലേ.
അപ്പോൾ എന്തൊക്കെയാണ് നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. The following features of management accounting will indicate its nature. താഴെ പറയുന്നതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഒരു പോയിന്റ്സ് പറയാം, എന്നിട്ട് ഓരോന്നിനായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അല്ലേ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഏതൊക്കെ തരത്തിൽ ഇൻഫോർമേഷൻസ് ആണ് അക്കൗണ്ടിങ്ങിലുള്ളത്, അത് ഏതൊക്കെ തരത്തിലാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുക അല്ലേ. നമ്മൾ പറഞ്ഞു ബിസിനസ്സിൻ്റെ പോളിസി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കിട്ടുന്നു. ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. സ്റ്റഡീസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. എന്താ ഒരു കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്ന് സ്റ്റഡി നടത്താൻ വേണ്ടി സഹായിക്കുന്നു. യൂസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്. സ്പെഷ്യൽ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം അക്കൗണ്ടിങ്ങിലൊക്കെ പലതരത്തിലുള്ള ടെക്നിക്സുകൾ നമ്മൾ പറഞ്ഞു. GAAP ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതേമാതിരി തന്നെ നമ്മൾ ബഡ്ജറ്ററി കൺട്രോള്, അതേമാതിരി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതൊക്കെ ടെക്നിക്സൊക്കെ നമ്മളിതിൽ അഡോപ്റ്റ് ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. മാനേജ്മെൻറ്റ് ഇതിന് സഹായിക്കുന്നു. അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ഒക്കെ ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നു അല്ലേ. ഏതൊക്കെയാണ്? അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു, ഇക്കണോമിക്സ് ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാം. പിന്നെ അടുത്ത് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ്. ഇതിനൊക്കെയുള്ള ഇൻഫോർമേഷനാണ് പ്ലാനിങ് ഇൻ ഫ്യൂച്ചർ ഡിസിഷൻ അല്ലേ. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ നോ ഫിക്സഡ് ഫോംസ് ആർ. ഇതിന് പ്രത്യേകിച്ച് ഫോംസ് ഒന്നുമില്ല. നോ ഫിക്സഡ് പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ഫോംസ് ഒന്നും ഇതിനില്ല. പിന്നെ പറയുന്നത് അസിസ്റ്റ് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ സഹായിക്കുന്നു. മാനേജ്മെൻറ്റിനെ എല്ലാ കാര്യങ്ങളിലും ഇത് വളരെയധികം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് എഫിഷ്യൻസി. സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇൻക്രീസസ് എഫിഷ്യൻസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിൽ പറയുന്നത് അല്ലേ. അപ്പം നമ്മളിത് അടുത്ത ടോപ്പിക്ക് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക. The following features of management accounting will indicate its nature. First one, provides accounting information. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുകയും ആ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ പോളിസീസ് നമ്മൾ തീരുമാനിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്നുള്ളതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ്. It involves presentation of information in a way of suitable to the management. മാനേജ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയ തരത്തിൽ. ഇറ്റ് ഇൻവോൾവ്സ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ അല്ലേ. ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്നു ഇതിനനുസരിച്ചിട്ട് ഇൻ എ വേ സ്യൂട്ടബിൾ ടു ദ മാനേജ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയ തരത്തിൽ ഇൻഫോർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം മാനേജ്മെൻറ്റിനെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം പ്രൊവൈഡ് നെസസറി ഇൻഫോർമേഷൻ ടു ടോപ്പ് മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് വാരിയസ് ഡിസിഷൻ. പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ അത് അസിസ്റ്റ് ചെയ്യുന്നു, സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ സ്റ്റഡീസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ. അപ്പോൾ ഇതിൽ എന്ത് പഠിക്കുന്നുണ്ട്? കോസ് ആൻഡ് ഇഫക്റ്റ്. ഓരോ കാര്യങ്ങളുണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന കോസ് കാരണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് ഫലങ്ങൾ എന്തൊക്കെയാണ്? ആ ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി വളരെയധികം നമ്മളെ സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അനലൈസസ് ദി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അനലൈസ് ചെയ്യുന്നു അല്ലേ.
കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പും അതേമാതിരി തന്നെ ഫാക്ട്സും ഫിഗേഴ്സും എന്തൊക്കെയാണ് ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇഫ് ദർ ഈസ് എ ലോസ് ദ റീസൺ ഫോർ ദ ലോസ്. ഇനി നേരെ മറിച്ച് നോക്കുക, ലോസാണ് നമുക്കൊരു സ്ഥാപനം നടത്തിയിട്ടുണ്ടായിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ലോസ് ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് കാരണവും ഫലവും എന്താണ്, നമുക്കിപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി അതോ ലോസാണ് ഉണ്ടായത്. ലോസാണ്, പ്രോഫിറ്റ് ഉണ്ടായാൽ നമ്മളധികം നോക്കില്ല, കാരണം എന്താണ്, നമ്മൾ ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആയാൽ നമുക്ക് പ്രശ്നമില്ല. ലോസ് ആണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലോസ് ഉണ്ടായി, എന്തുകൊണ്ടാണ് നമുക്ക് ഈ നഷ്ടങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രോഫിറ്റ് ആർ അനലൈസ്ഡ്. അപ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി വെച്ചെങ്കിൽ ആ തരത്തിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇനിയും പ്രോഫിറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത് പറയുന്നത് യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്. നമ്മൾ സ്പെഷ്യൽ ടെക്നിക്കുകൾ, ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അങ്ങനത്തെ പല ടെക്നിക്സുകളും നമ്മളതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു. യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് special techniques and concept to make accounting data more useful and helpful to the management. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇത് ചെയ്യുന്നത് യൂസ് സ്പെഷ്യൽ ടെക്നിക്കുകളും ആൻഡ് കൺസെപ്റ്റുകളും ഉപയോഗിക്കുന്നു ടു മേക്ക് അക്കൗണ്ടിങ് ഡാറ്റാസ് മോർ യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്സ് ആർ അഡോപ്റ്റഡ്. ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആർ, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എക്സെട്ര. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സുകളാണ് ഏതൊക്കെയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അങ്ങനത്തെ പല ടെക്നിക്സുകളും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ഡീൽ ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ എസ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ആയ കാര്യങ്ങളെ ക്വാളിറ്റേറ്റീവ് ആയ കാര്യങ്ങളൊക്കെ അതിൽ ഡീൽ ചെയ്യുന്നു. മൾട്ടി ഡിസിപ്ലിനറി, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസുമായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കണക്റ്റഡ് ആണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട്, എക്കണോമിക്സ് ആയിട്ട്, അക്കൗണ്ടിങ് ആയിട്ട്, കോസ്റ്റിംഗ് ആയിട്ട്, അങ്ങനെ എല്ലാ ഫീൽഡുമായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. അത് കാരണം കൊണ്ട് നമുക്കതിനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഡിസിപ്ലിനിലെ പല ഡിസിപ്ലിൻസുമായിട്ടും കണക്റ്റഡ് ആണ്. സച്ച് ആസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, എക്കണോമിക്സ് എക്സെട്ര അല്ലേ. അങ്ങനെ പലതുമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ എന്ത് പറയുന്നു, മൾട്ടി ഡിസിപ്ലിനറി എന്ന് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് വൺ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ടു മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ് ഇൻ ഫ്യൂച്ചർ ഓപ്പറേഷൻ. ഭാവിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ എന്തിന്, പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ ഓപ്പറേഷൻ അല്ലേ. നമ്മുടെ ഫ്യൂച്ചറിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. നെക്സ്റ്റ് വൺ നോ ഫിക്സഡ് ഫോംസ് ആർ അലൗഡ്. ഇതിന് പ്രത്യേകിച്ചിട്ട് ഡസ് നോട്ട് ഫോളോ എനി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഫിക്സഡ് ഫോംസ് ഒന്നും അതിനില്ല. നെക്സ്റ്റ് വൺ അസിസ്റ്റ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നവരെ സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ എല്ലാ കാര്യങ്ങളും വളരെയധികം സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഈ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, നെയിംലി മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ്സ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലേ. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, രണ്ട് വേർഡ്സ് അതിൽ വരുന്നുണ്ട്, മാനേജ്മെൻറ്റും വരുന്നുണ്ട്, അക്കൗണ്ടിങ്ങും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് നമ്മളതിനെ പറയുന്നു. നെക്സ്റ്റ് വൺ ഇൻക്രീസസ് എഫിഷ്യൻസി അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എനേബിൾ ദ മാനേജ്മെൻറ്റ് ടു സെലക്ട് ആൾട്ടർനേറ്റീവ് ഇറ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ. അത് കാരണം ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ആയിട്ട്, കോസ്റ്റിംഗ് ആയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട്, ഇക്കണോമിക്സ് ആയിട്ട്, ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ കോമ്പിനേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിക്കാനും സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ പോയിന്റ്സ്. ഒന്നുകൂടിയും പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിലാണ് പറയുന്നത്. പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ.
ഫസ്റ്റ് പോയിന്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുക വെച്ചെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നു. പിന്നെ സ്റ്റഡീസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്. നമ്മൾ പല ടെക്നിക്സുകളും സ്പെഷ്യൽ ടെക്നിക്സ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, അങ്ങനെ സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റുകൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ്, ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മളിതിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. മൾട്ടി ഡിസിപ്ലിനറി ആണ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അല്ലേ, അത് കാരണം കൊണ്ട് നമ്മളിതിനെ എന്ത് പറയുന്നു? മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ പറഞ്ഞാൽ ഓപ്പറേഷൻ റിസർച്ച്, എക്കണോമിക്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായ കാരണം കൊണ്ട് അതിനെ നമ്മളിത് പറയുന്നു മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ അല്ലേ, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ ആസൂത്രണം ചെയ്യുക അല്ലെ, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ നോ ഫിക്സഡ് ഫോംസ് ആർ പ്രിസ്ക്രൈബ്ഡ്. ഇതിന് പ്രത്യേകിച്ച് ഫിക്സഡ് ഫോംസ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പിന്നെ അസിസ്റ്റ് മാനേജ്മെൻറ്റിനെ ഇത് വളരെയധികം അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ഇൻക്രീസ് എഫിഷ്യൻസി. ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി എന്ന കാര്യക്ഷമത വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, അടുത്ത ടോപ്പിക്ക് നമുക്ക് പറയാനുള്ള സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയാനുള്ളത് കേട്ടോ. സ്കോപ്പ് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ സ്കോപ്പായിട്ട് പറയുന്നത്? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബ്രാഞ്ചസിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലേ പഠിക്കാൻ, വളരെ സിമ്പിളാണ്. പോയിന്റ് മാത്രം പഠിക്കാനേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. ഒന്നും പഠിക്കാനില്ല, പോയിന്റ് പഠിക്കുക, നമ്മുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഏതൊക്കെ ഏരിയാസിലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറയുന്നത്. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റാസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ഉപയോഗിക്കുന്നുണ്ട്, ടാക്സ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, റിപ്പോർട്ടിങ്ങിൽ, ഓഫീസ് സർവീസിൽ, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്കറിയാവുന്ന ടോപ്പിക് തന്നെയല്ലേ. അപ്പം സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സ്കോപ്പിൽ പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സ്കോപ്പിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയൊക്കെയാണ് വേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഫോർകാസ്റ്റിംഗ്, വാട്ട് ഈസ് മെൻ ബൈ ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റിംഗ് മീൻ എസ്റ്റിമേഷൻ ആൻഡ് പ്രിഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ അല്ലേ. എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുക, നമ്മുടെ ഭാവി എങ്ങനെയാണ് എന്നുള്ള കാര്യം എസ്റ്റിമേറ്റ് ചെയ്യുകയോ പ്രിഡിക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്, കോസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റാസ് എങ്ങനെയൊക്കെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിങ്, ഗെയിം തിയറി അങ്ങനത്തെയൊക്കെ. പിന്നെ ടാക്സ് അക്കൗണ്ടിങ്, ടാക്സിൻ്റെ കാര്യങ്ങൾ അല്ലേ. ടാക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് സിസ്റ്റം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ. പിന്നെ റിപ്പോർട്ടിങ്ങിന്, പിന്നെ ഓഫീസ് സർവീസുകൾ, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ള പോയിന്റ് അല്ല. ഓഡിറ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ അടുത്ത സെമ്മിലാണ് നമുക്ക് ഓഡിറ്റിംഗ് എന്നുള്ള ഒരു പേപ്പർ പറയാനുള്ളത്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ് അല്ലേ. ഒരു സ്ഥാപനത്തിൻ്റെ ബുക്കുകളും റെക്കോർഡ്സുകളും ഒക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത്, സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ നടത്തുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ദിവസേന കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നു അല്ലേ.
ക്യാഷ് എത്രയാണ് വരുന്നത്, എത്രത്തോളം സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, എത്രത്തോളം സെയിൽസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നു അല്ലേ. ആ കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്നുള്ള കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഈസ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. അതൊക്കെ ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനാണുള്ളത്. അപ്പം നമ്മൾ ഒരു വർഷത്തിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ നിർബന്ധമായിട്ടും വരയ്ക്കണം. എന്നിട്ട് നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിക്കണം. അത് നിർബന്ധമായി മസ്റ്റായ റൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ നമ്മുടെ ആ അക്കൗണ്ടിങ് വർക്കുകളൊക്കെ കറക്റ്റ് അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും ഒരു മാനേജ്മെൻറ്റിന് അത്യാവശ്യമായ ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇനി ഓരോ പോയിന്റുകളായിട്ട് വിശദമായിട്ട് പറയാം. അപ്പോൾ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ വെറും പോയിന്റ് മാത്രം പഠിക്കുക, എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് വെരി വൈഡ്. The 7th Conference of Accounts held in Amsterdam 1957 has recommended the inclusion of the following subject in the framework of management accounting. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്ന ആദ്യത്തെ ഒന്നാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെഫേഴ്സ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലേ. ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു അല്ലേ. ആൻഡ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത് വെച്ചെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നു അല്ലേ. ഇറ്റ് സപ്ലൈസ് മാക്സിമം ഡാറ്റ ടു മാനേജ്മെൻറ്റിൻ്റെ മാക്സിമം ഡാറ്റാസ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തിട്ട് അതിലെന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് ഉള്ളത് വെച്ചെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു. വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. വട്ട് ഈസ് മെന്റ് ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നു അല്ലേ. അതിലൂടെ നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളമാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബോൺ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ബാക്ക് ബോൺ പറഞ്ഞ നട്ടല്ല അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നട്ടലായിട്ട് തന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറയാം. അതിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ എന്തിനു സഹായിക്കുന്നു? പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറയാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോള്, പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂട്ടിലൈസ്? പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ. കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോളിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. Forecasting is the prediction is likely events in the future. It helps to prepare budget. Budget means expressing the ബഡ്ജറ്റിലൂടെ നമ്മൾ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നു? പ്ലാൻസ് എന്തൊക്കെയാണ്, പോളിസീസ്, ഗോൾസ് ഓഫ് ദി എൻ്റർപ്രൈസ് ഫോർ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ് അല്ലേ. പ്ലാൻസ് എന്തൊക്കെയാണ്, പോളിസീസ്, ഗോൾസ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു എക്സസൈസ് ബഡ്ജറ്ററി കൺട്രോൾ. അതെന്തിന്? ബഡ്ജറ്ററി കൺട്രോളിനെ സഹായിക്കുന്നു. അപ്പോൾ നോക്കുക, ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് പ്രിഡിക്ഷൻ എബൌട്ട് ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിങ്ങിനും ബഡ്ജറ്റിങ്ങിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഫോർകാസ്റ്റിംഗ് ഈസ് ദ പ്രിഡിക്ഷൻ ഓഫ് ലൈക്ലി ഇവൻറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. It helps to prepare budget. Budget means expressing budget expressing the plans, policies, goals of the enterprise for a definite future period. It helps to exercise budgetary control. Next one, cost control techniques. One of the objective of management accounting പ്രധാനപ്പെട്ടതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലേ. കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റ് സ്റ്റാൻഡേർഡ്, അനാലിസിസ് ഓഫ് വാരിയൻസ്, റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ്, അതൊക്കെ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്കുകളായ ബഡ്ജറ്റുകൾ, ഇൻവെൻറ്ററി കൺട്രോൾ, അങ്ങനത്തെ മെഷേഴ്സൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റാസ് എന്തൊക്കെ ഡാറ്റാസാണ്, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നു, അതിനെ വിശകലനം ചെയ്യുന്നു, അതിലൂടെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, പറയുന്നു അല്ലേ. അപ്പോൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഗെറ്റിംഗ് ദി ഐഡിയ അബൌട്ട് ദ ഫേം പെർഫോമൻസ് ആൻഡ് പ്രോസ്പെക്ട്സ്. A number of tools and techniques are used for analysis and interpretation of financial statement. അതിൽ ഉപയോഗിക്കുന്ന നമ്മൾ പഠിച്ചു. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ കഴിഞ്ഞ വർഷത്തെയും കറണ്ട് ഇയറും പ്രീവിയസ് ഇയറൊക്കെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ടൂൾസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. Next one, statistical method. Today management accounts are statistical and quantitative techniques and linear programming. അല്ലേ, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി ഇതിലൂടെയാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുന്നതിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഗെയിം തിയറി അതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന ടൂൾസാണ്. നെക്സ്റ്റ് വൺ, ടാക്സ് അക്കൗണ്ടിങ്. In the present complex tax system, tax planning becomes important for managing determination of taxable income, tax and tax liability of the firm. Income, ടാക്സിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, നമുക്ക് ലാബിലിറ്റി ടാക്സ് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ബാധ്യതയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു. റിപ്പോർട്ടിംഗ് അടുത്തത്, the basic responsibility of management accounting is to report regarding the functioning of the enterprise and submit same to the management. അല്ലേ, ഒരു സ്ഥാപനത്തിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി ഓഫീസ് സർവീസ്, എന്തൊക്കെ റൂട്ടീൻ വർക്കുകൾ അല്ലേ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടന്നു കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ദി ഓഫീസ് റൂട്ടീൻ ഈസ് കൺട്രോൾഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. To discharge the responsibility of efficiently, he has to deal with the data processing, filing, copying, duplicating, dealing in forward, outward mails, etc. അല്ലെ, ആ സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളും ഫയലിങ്ങും ഡോക്യുമെൻറ്റുകളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഓഫീസ് സർവീസ് ചെയ്യും. അതും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ്. അല്ലേ, സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിനേഷൻ നടത്തുക, ഒരു സ്ഥാപനത്തിൻ്റെ ബുക്കുകളും അക്കൗണ്ടുകളും ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഈസ് നെസസറി to judge the performance of each department. The actual performance of every department and individual is compared with a predetermined standard. Internal audit assists the management in fixing responsibility of different individuals. അപ്പോൾ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ സ്കോപ്പിൽ ഏതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കുകൾ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ടാക്സ് അക്കൗണ്ടിങ്, റിപ്പോർട്ടിംഗ്, ഓഫീസ് സർവീസ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്, വാട്ട് ഈസ് മെൻറ്റ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്നവരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനനുസരിച്ചിട്ടാണ് ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി തീരുമാനിക്കുന്നതും ഡിസിഷൻ മേക്കിങ്ങും തീരുമാനിക്കുന്നത് ഇതിനനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ ഏതൊക്കെ പോയിന്റ്സാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത്, പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, decision making, studies cause and effect relationship, uses special techniques and concepts, quantitative and qualitative information, multidisciplinary accounting for future, no fixed forms are prescribed, assist management, increase efficiency. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ എന്തായിട്ട് പറഞ്ഞത്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ ആ ഏരിയാസ്, ഏതൊക്കെ ഏരിയാസാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കുകൾ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ടാക്സ് അക്കൗണ്ടിങ്, റിപ്പോർട്ടിംഗ്, ഓഫീസ് സർവീസ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നു എന്ന് വിചാരിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് അല്ലേ.
അപ്പോൾ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. അതിനനുസരിച്ച് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അനുസരിച്ച് പോളിസീസ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുകയും ചെയ്യുന്നു. അത്രയാണ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സ്കോപ്പും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ശരി, ഓക്കെ കേട്ടോ.